അറിഞ്ഞെടി, അറിഞ്ഞു. എടി അവിടെ ആട്ടം kandappoഴേ എനിക്കറിയായിരുന്നു ഇത് ഇങ്ങനൊക്കെ തന്നെ നടക്കത്തുള്ളെന്ന്. എടി അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അയാൾ ഒരു പാവം മനുഷ്യൻ. എടി നമ്മൾ ഭർത്താക്കന്മാർക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് സ്വാതന്ത്ര്യം കൊടുക്കണം. അല്ലാതെ ഇങ്ങനെ അടിമയെ പോലെ വീട്ടുജോലിയും ചെയ്യിപ്പിച്ചോണ്ടിരുത്തിയാൽ ഇങ്ങനെ സംഭവിക്കത്തുള്ളൂ. നമ്മൾ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. പിന്നല്ലാതെ ഇങ്ങനെ വീട്ടിൽ കൂട്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? അവര് പാറി പറന്ന് നടക്കട്ടെ, സ്വാതന്ത്ര്യം അറിയട്ടെ. ഇല്ല കഴിഞ്ഞ ആഴ്ചയോ നീ വീട്ടിൽ വന്നപ്പോഴോ? വീട്ടിൽ വന്നപ്പോ ശരി. എന്റെ ഭർത്താവ് നിന്നോട് തമാശ പറഞ്ഞോ? എന്നിട്ട് ഒരാഴ്ച നീ പൊട്ടിച്ചിരിച്ചോണ്ടിരുന്നോ? ഒരു തമാശയായിരുന്നടി അപ്പൊ അങ്ങാര് പറഞ്ഞത്? ഭയങ്കര തമാശയായിരുന്നു. ശരി നിന്നെ ഞാൻ വിളിക്കാടി. വിളിക്കാം. തമാശക്കാരനല്ലയോ? ചെറുതായിട്ടൊക്കെ പറയും, ചിലപ്പോ കേറും ചിലപ്പോ കേറില്ല. അത് ഭയങ്കര തമാശക്കാരനെ. ചോദിക്കട്ടെ, ഇവിടെ അല്ല എന്റെ കൂട്ടുകാരി പറഞ്ഞു നിങ്ങൾ ഏതാണ്ടൊക്കെ തമാശ പറഞ്ഞെന്ന് പറഞ്ഞേ. ഞാനാ? അല്ല അതെന്തോ തമാശയായിരുന്നു പറഞ്ഞു. അല്ല ഞാനിവിടെ പൊട്ടി അവള് ചിരിച്ചു ചാത്തത്, ഞാനിവിടെ ഒന്ന് ചിരിച്ചു ചാവട്ടെ. പറ. അല്ല അങ്ങനെ ചിരിച്ചാവാൻ മാത്രം വലിയ തമാശ പറയല്ലെന്ന് അറിയട്ടെ. ഇല്ല അത് തമാശ. പറയടോ തമാശ എന്തോ പറഞ്ഞു. ചൂടായ തമാശ വരൂല. തമാശ പറ കേക്കട്ടെ. തമാശ വേറൊന്ന് ചിരിച്ചു ചാവരുത്. ഇല്ല അല്ലെങ്കിൽ അവിടെ എങ്ങനെ പിടിച്ചിരി പറയാൻ പോകും. ശ്രദ്ധിച്ചു കേട്ടോ. നിന്റെ കൂട്ടുകാരി ഒരു 2 വീലർ ഇറക്കുന്നു എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വണ്ടി ഇറക്കുന്നോണ്ട് കുഴപ്പമില്ല, വലത് സൈഡിൽ ഹാൻഡിൽ ലൂസ് ആണോ എന്ന് നോക്കണേന്ന് പറഞ്ഞു. അത്രേ ഫ്രഷ് സാധനം കേട്ടോ. ഞാൻ 2 ഓപ്ഷൻ തരാം. ഓപ്ഷൻ എ ചിരിക്കണം, ഓപ്ഷൻ ബി ചെരവയ്ക്കെടുത്ത് തലക്കടിക്കണം. ഓപ്ഷൻ സി വെക്കാൻ പറ്റുമോ? അറിയത്തില്ല. ക്ഷമിക്കണം. ഇനി വർത്താനൊന്നും പറയരുത് കേട്ടോ. അപ്പൊ അത്രയ്ക്കുള്ള എന്റെ കൂട്ടുകാരി അല്ലയോ? അല്ല നിനക്ക് നിന്റെ കൂട്ടുകാരിക്കുള്ള നിലവാരം അനുസരിച്ച് ആ തമാശ ധാരാളമല്ലേ? ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഞങ്ങളൊക്കെ നിലവാരം ഇല്ലാത്ത ആൾക്കാര്. നീ മാത്രമല്ല, നിന്റെ അച്ഛന് നിലവാരമില്ല. എന്നെ എന്ത് വേണേലും പറഞ്ഞു. എന്റെ അച്ഛനെ പറ്റി എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ നാട്ടിലിറങ്ങി ഒന്ന് അന്വേഷിച്ച് നോക്കണം അദ്ദേഹം ആരാണെന്ന്. സുപ്രഭാതൻ രായൻ എന്ന് പറഞ്ഞാൽ ആരാ? എടോ ഇപ്പൊ പുറത്ത് അന്വേഷിക്കണ്ട, ടെക്നോളജി വളർന്നു. ChatGPT-ക്കകത്തോട്ട് ചോദിക്കണം സുപ്രഭാതൻ രായൻ ആരാന്ന് വരും ഇങ്ങോട്ട്. അയ്യോ ChatGPT-ൽ ഞാൻ സുപ്രഭാതൻ രായൻ ആരാന്ന് അടിച്ചു നോക്കി. ChatGPT എന്നെ മുണ്ടുനോക്കി കാണിച്ചു. അനാവശ്യം പറയരുത്, എന്റെ അച്ഛനെ പറ്റി അനാവശ്യം പറയരുത് കേട്ടോ. 24 മണിക്കൂറും ഭയഭക്തി ബഹുമാനത്തോടെ ഇറങ്ങി നടക്കുന്ന ഒരു മനുഷ്യനാണ് എന്റെ അച്ഛൻ. ഭക്തി എന്തോന്ന് അറിയണം, ഭയം എന്തോന്ന് അറിയണം, എന്നാലും എന്റെ അച്ഛനെ മനസ്സിലാവും. അത് സത്യം. ഇവൾ അച്ഛനായോണ്ട് പറയുന്നില്ല, ഇത്രയും ഭക്തിയുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. വൃശ്ചിക മാസം ആവുമ്പോ ഇവൾ അച്ഛൻ വ്രതം എടുക്കും ശബരിമല പോവാൻ. എന്നിട്ട് നഖം നീട്ടി അങ്ങ് വളർത്തും. എന്നിട്ട് ഈ 18 പടി ഇങ്ങനെ കയറി പോയിട്ട് നേരെ വീട്ടിൽ വന്നിട്ട് നഖത്തിന്റെ ഇടുന്ന സ്വർണം ചൊറിഞ്ഞെടുക്കുന്ന കാണും. അടിച്ചു മാറ്റാ എവളെ അച്ഛനെ കഴിഞ്ഞേ ഉള്ളൂ ആരും. നിങ്ങൾ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ ഭക്തിയെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. കേൾക്കണം, കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ 101 വീട് തെണ്ടി അമ്പലത്തിൽ പോവാന്നൊരു നേർച്ച ഉണ്ടായിരുന്നു. അതിന് പകരം 600 വീട് തെണ്ടി പട്ടായ പോയ മനുഷ്യനായി. എന്റെ അച്ഛന് മോശം കിട്ടണമെങ്കിൽ പട്ടായ പോണം. അച്ഛന് മോശം കിട്ടാൻ പട്ടായോ? പിന്നെ എന്റെ അച്ഛന് മോശം കിട്ടണമെങ്കിൽ പട്ടായ പോയേ പറ്റും. നീ അത്ര വലിയ ഇതൊന്നും പറയണ്ട. എന്റെ അമ്മേരെ നെഞ്ചത്ത് തേങ്ങ എടുത്തെറിഞ്ഞോളല്ലേ നീ? ഞാൻ തേങ്ങ എടുത്തെറിഞ്ഞു. അനാവശ്യം പറയരുത് കേട്ടോ. ഇങ്ങാരുടെ ഐശ്വര്യത്തിന് വേണ്ടി ഞാനും അമ്മയും കൂടെ പോയി ഒരു അമ്പലത്തിൽ പോയി. 101 തേങ്ങ അവിടെ ഉടയ്ക്കണോന്ന് പറഞ്ഞു. ഏത് തേങ്ങ എടുത്ത് കുലിക്കാനും അമ്മ പറയും വെള്ളമില്ലെന്ന്. ഞാൻ എടുത്ത് കുലുക്കും, വെള്ളമില്ല. രണ്ടാമത് എടുത്ത് കുലുക്കും, വെള്ളമില്ല. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അമ്മ നോക്കുന്നു പറഞ്ഞ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അമ്മയ്ക്ക് ടൈമിംഗ് ഇല്ല, തലേ കൊണ്ട്. നിങ്ങൾ വിഷയം ഒന്നും മാറ്റണ്ട. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ എല്ലാവരുടെയും ഫോണിൽ ട്രൂ കോളർ ഉണ്ട്. നിങ്ങളുടെ ഫോണിൽ ട്രൂ കോളർ ഇല്ലാത്തതിന്റെ കാര്യം എന്തോ? ട്രൂ കോളറിന്റെ മലയാളം എന്തോ? സത്യം വിളിച്ചു പറയുന്നത്. അതെനിക്ക് വേണ്ട. എനിക്ക് സത്യം വിളിച്ച താല്പര്യമില്ല. നിങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ എനിക്ക് നിങ്ങളെ ഭയങ്കര സംശയമുണ്ട്. നിനക്ക് നല്ല സംശയമുണ്ട്. എനിക്ക് അങ്ങനെ നിങ്ങളെ സംശയിക്കേണ്ട കാര്യമുണ്ട്. ഇവിടെ എന്തോ ഒരു പാട്. അത് വല്ല പല്ലിയും കടിച്ചേരി. 32 പല്ലുള്ള ഏത് പല്ലിയാണ് നിങ്ങളെ കടിച്ചത്? എനിക്ക് പറയണം. എന്റെ ദൈവമേ, എന്റെ അച്ഛൻ അന്നേ പറഞ്ഞതാ നമുക്ക് ഈ ബന്ധം വേണ്ടാന്ന്. എന്റെ അച്ഛൻ ഒരു ത്രികാലജ്ഞാനി, അറിയാവോ? എന്റെ ദൈവമേ, അമ്പലമായിട്ട് ഇങ്ങനെ നടക്കുക, ഒരു മൊബൈൽ ഫോൺ ഇല്ല, എവിടാ പോയെന്ന് അറിയത്തില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ നടക്കുക എന്റെ അച്ഛൻ. അറിയാവോ? നിങ്ങൾക്ക് വല്ലതും അറിയാവോ? അച്ഛൻ സത്യം പറഞ്ഞ വേറെ ലോകത്ത് ഒരു മോളും ഇല്ല, അച്ഛനും ഇല്ല. ഇവിടെ മാത്രമേ ഉള്ളൂ. വന്ന് കയറി എന്റെ അടുത്ത് നീ ഇതാണെങ്കിൽ നീ വേറെ ആരുടെ അടുത്തെല്ലാം കാണിക്കുന്നീ എല്ലാം ഇവിടെ കിടന്ന്. ഈ സുപ്രഭാതൻ രാജൻ ആരാധിക്കണമോ? എനിക്ക് വേണ്ട. നിന്റെ ഒരു പ്രോഡക്റ്റും എനിക്ക് വേണ്ട. നീയൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങ് വരും, പ്രോഡക്റ്റ് തരും,
വേറൊരു സുപ്രഭാതത്തില് രാത്രി കയറി വന്ന് മോട്ടിക്കും. അവനെ എനിക്ക് പ്രോഡക്റ്റ് തരാൻ വന്നേക്കണ്. എന്താ പ്രശ്നം? എടാ ചെറുക്ക, ഒരു പ്രോഡക്റ്റ് വിൽക്കണ പയ്യൻ ആ. എന്നോട് പറയാണ് ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ. മേടിച്ചാ പോരാ, പ്രശ്നം ഒന്നും തീർന്നില്ലേ? അവൻ എന്ത് പ്രോഡക്റ്റാ മേടിക്കാൻ പറഞ്ഞെന്നറിയാമോ? ഇല്ല. മീശയില്ലാത്ത എന്നോടൊരു ട്രിമ്മർ മേടിക്കാൻ. എന്ത് ചെയ്യണോടാ? എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട. എവിടെയായിരുന്നു ഇത്രയും കാലം? മോൾ ഇപ്പോഴും കൂടെ പറഞ്ഞേ ഉള്ളൂ അച്ഛന്റെ കാര്യം. അതെ എനിക്കറിയാം. എന്റെ മോൾ അങ്ങനെ പറയും. രാമായണ മാസമല്ലേ. നാലമ്പല ദർശനത്തിന് പോയി നേരെ കാസർഗോഡ് ചെന്നപ്പോ അവിടെ വനജ ഭജന. പിന്നെ അവിടെ പോയി ഒരു കലക്കങ്ങ് കലക്കി. കമ്മറ്റിക്കാര് പറഞ്ഞെന്നറിയാമോ? ഞാൻ മറ്റവന്മാർക്കൊരു വെല്ലുവിളിയാവൂന്ന്. ആർക്ക്? ഗോവിന്ദം ഭജൻ. എന്നിട്ട് പരിപാടി കഴിഞ്ഞതും കമ്മിറ്റിക്കാര് വളഞ്ഞിട്ടങ്ങ് പിടിച്ചു. വിഗ്രഹമല്ലേ മോട്ടിച്ച? അല്ല, പാട്ടിന്റെ എന്നിട്ട് കൈവീച്ചാണ് കയറി വന്നേക്കുന്നത്. കൈവീച്ച് കയറി വരുമോ? ഞാൻ നിന്നെ എങ്ങനെയാ കണ്ടേക്കണേ? മരുമകനായിട്ടല്ലോ. മകനെ മകനെ മരുമകനെ അരവണ പായസം ഉണ്ണുമ്പോൾ ഉണ്ടോളോ ഉണ്ടോളോ അവക്കും കൊടുക്കണം. കർപ്പൂര പ്രിയനേ നീ കഥ കേട്ടു. കർപ്പൂരം കൊതുക് വരില്ലാട്ടോ. ചന്ദന ചർച്ചിത് നീല കളേപരം ചന്ദന വിളക്കു വയ്ക്കും പിന്നിൽ പരിപാടി കഴിഞ്ഞപ്പോ പാട്ടിന്റെ കേമത്തം കൊണ്ട് എന്റെ കയ്യിലെ കുട്ടുന്ന് വച്ചതാട്ടോ. ആര്? ഭഗവതി. അപ്പൊ അടിച്ചു മാറ്റിയത്? ഇല്ല. പിന്നെ ഇതൊക്കെ അവിടുത്തെ പാട് കാര്യങ്ങളൊക്കെ. ഇവിടെ എന്താ, ഞാനിപ്പോ ഇവിടെ കൃഷിയും കാര്യങ്ങളും ഇത്തിരി പരിപാടി. വെറുതെ തിന്നിട്ട് ഇങ്ങനെ ഇരിക്കാതെ പറമ്പിലേക്ക് ഇറങ്ങി പണിയാൻ പാടില്ലേ? അച്ഛാ, ഞാൻ അവിടെ 2-3 വാഴയൊക്കെ വെച്ച് ഇതങ്ങോട്ട് പൊടിക്കുന്നില്ല. എനിക്കൊന്നും കാലാവസ്ഥയുടെ പ്രശ്നമായിരിക്കാം. ഈ തവണ മഴ കൂടുതലാ. അതെ, കൃഷി അങ്ങോട്ട് പിടിക്കുന്നില്ല. കൃഷിനാകെ കുളത്തപ്പ ശരണം. പിന്നെ ഞാൻ ഇങ്ങനെ കേറി വന്നപ്പോ എന്റെ പൊന്നുമോനെ ഒരു ക്ഷേത്രത്തിലേക്ക് കടക്കണ എങ്ങനെയാണോ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്താ പരിശുദ്ധി കണ്ടോ, നല്ല കണ്ണാടി പോലെ തുടച്ചു മിനിക്കിട്ടേക്കുവാ. അത് മോളുടെ മിടുക്കല്ല, മോൾ എന്നെ കൊണ്ട് ജയിച്ചതാ. മരുമോൻ ചെയ്തിട്ട് വൃത്തിയാക്കിയിട്ടേക്കുന്ന സാധനം ഇത്. നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കണം. ഞാൻ ഒരു കാര്യം, അച്ഛൻ വന്നല്ലേ ഇരിക്കും. ഞാൻ ഇനി അവള് പറഞ്ഞത് ഇത് തുണി ഇടുന്ന നനയ്ക്കാണ്ട് ഞാൻ നനച്ചിട്ട് അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം. അച്ഛന്റെ ഒരു നിക്കറും ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. അച്ഛനും മോക്കും വേലക്ക് കിടക്കുന്നതല്ല ഞാനിവിടെ അന്തസ്സായിട്ട് തന്നെ ഞാൻ അവളെ കല്യാണം കഴിച്ച് ഇവിടെ ജീവിക്കുന്നതാണ്. അവള് പറഞ്ഞാൽ ഞാൻ കേൾക്കാം. നിങ്ങളെന്തിനാ എന്റെ കൂടെ തുണി കൂടെ എനിക്ക് അയച്ചായിരുന്നു? അവളെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവൾക്ക് ചുമ്മാ ഇത്തിരി വാശിയും വരും ഇത്തിരി കൂടുതലാണ്. പിന്നെ എനിക്ക് ഇത്തിരി സ്നേഹം ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ പിടിച്ചു പറ്റി പോകുന്നേ ഉള്ളൂ. ആണുങ്ങളെ നോക്കി കഴിഞ്ഞാൽ പറ്റാത്ത പ്രശ്നമുണ്ടോ? ഇല്ല, അതില്ല. എന്നാലും നമുക്കൊരു എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണെന്നേ. പിന്നെ അവളുടെ ഇങ്ങനെ ബഹളം വെച്ച് ഭയങ്കര തലവേദന എന്ന് പറഞ്ഞാൽ ചില നേരം എനിക്ക് തലവേദന എടുക്കും. അത്രേ ഉള്ളൂ. ഈ തലവേദന എടുക്കാൻ നേരത്ത് ബിവറേജിൽ പോയി ഒരു പൈൻ്റ് എടുക്കാം, വട്ടം അടിക്കാം. അതിന്റെ അടുത്ത് അടിച്ച് തലവേദന പോകും. ഞാൻ പൈൻ്റെ അടുത്ത് അടിച്ചടിച്ചടിച്ച എന്റെ പെണ്ണുമ്പിള്ള വരെ പോയി. പിന്നെയാണോ നിന്റെ ഈ ചെറിയ തലവേദന? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. പെണ്ണുമ്പിള്ള പോയിട്ട് 15 കൊല്ലമായി. എന്നിട്ട് ഇപ്പോഴും അവരെ ഓർമ്മയും പേര് നടക്കുന്നില്ലേ നിങ്ങള്? ഓർമ്മയുണ്ടോന്ന്? അതൊക്കെ ഒരു കാലം പൊന്നു മരുമോനെ. ഞങ്ങൾ എങ്ങനെയാ കഴിഞ്ഞറിയാമോ? മലരും കിളിയും ഒരു കുടുംബം. ആ കിളി അങ്ങ് പറന്നു പോയടാ. അത് ഓർക്കുമ്പോ എനിക്ക് സഹിക്കില്ല. അപ്പ എനിക്ക് മൂക്കും. അന്നേരം 2 അടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പാടും. മലരേ നിന്നെ അങ്ങനെ പറയാൻ പാടില്ല. പിന്നെ എനിക്കറിയാം അച്ഛൻ. ഞാൻ ഒരു കാര്യം പറയാം. അവർക്ക് അല്ലെങ്കിൽ ഒരു പരാതിയുണ്ട്. അച്ഛനൊരു മൊബൈൽ വാങ്ങണം. അച്ഛനൊരു മൊബൈലൊക്കെ വാങ്ങിച്ചു. അച്ഛൻ ഇവിടെ പോയെന്ന് എന്തോ നമുക്ക് വല്ലതും അറിയണ്ടേ അച്ഛാ? എന്റെ പൊന്നുമോനെ, അച്ഛന് മൊബൈൽ ഉപയോഗിച്ചുള്ള ശീലമില്ല. എനിക്ക് മൊബൈല് വേണ്ട. പൂമകൾ വാഴുന്ന കോവിലിൽ നിന്നൊരു സോപാന സംഗീതം പോലെ മകളെ മകളെ കിളി മകളെ നീ വാങ്ങട്. എവിടെ പോയേക്കുവായിരുന്നു അച്ഛാ ഇത്രയും ദിവസം? എവിടായിരുന്നു? ഒരു വിവരത്തിന് ഒരു കത്ത് അയച്ചുകൂടായിരുന്നു? ഇത്രയും അമ്പലങ്ങളിൽ നടക്കുന്നു, എവിടെ പോകുന്നു, എന്ത് പറ്റുന്നു, നീ വീട്ടിൽ ഇരിക്കുന്നവർ അറിയുന്നില്ല. ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചുകൂടായോ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മൊബൈൽ ഉപയോഗിച്ച് ശീലമില്ല. പിന്നെ എന്താ വെച്ചാൽ
പിന്നെ ഈ മൊബൈലിൽ തന്നെ ഒരു അശ്ലീലമാണ്. കാരണം ഈ മൊബൈൽ ഇങ്ങോട്ട് കുടുംബങ്ങളെ വരെ തകർക്കാൻ പറ്റുന്ന ഒരു ആറ്റം ബോംബാണ് ഈ മൊബൈല്. പറഞ്ഞു കൊടുക്ക, അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. അച്ഛൻ എനിക്ക് ഇയാളെ നല്ല സംശയമുണ്ട്. ഇയാളുടെ ഫോൺ വിളിയും കാര്യങ്ങളിലും എനിക്ക് നല്ല സംശയമുണ്ട്. അച്ഛൻ പറഞ്ഞു അന്നങ്ങ് കേട്ടാ മതിയായിരുന്നു. ഞാൻ ഇപ്പൊ എടുത്ത് തല വെച്ചേക്കുന്ന അവസ്ഥയാ എനിക്ക്. അച്ഛൻ എനിക്ക് ഞാൻ ചായ എടുത്തിട്ട് വരാം. നോക്കല്ലേ ഉണ്ടക്കണ്ണുകൊണ്ട്. ഇതാണ് പ്രശ്നം. ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞ ഒന്നുമില്ല, നിസ്സാര കാര്യത്തിന് സംശയം, എന്നും വഴക്കും അടി എന്നും സത്യം പറഞ്ഞ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ. ഇല്ലെങ്കിൽ നിങ്ങളെ മോളെ ഞാൻ കാലവാരി ഞാൻ നിലത്തടിച്ചേരാം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവളെ ഇഷ്ടമല്ലടാ. ഇഷ്ടമല്ലെന്നോ? എനിക്ക് ഇഷ്ടമൊക്കെ തന്നെ എനിക്ക് അവളെ. ഒരു കാര്യം ചെയ്യ്, നീ അവളെ പോയി സമാധാനിപ്പിക്കും. ഞാനാ പിന്നെ ഓ എടാ പെമ്പിള്ളേരായ അങ്ങനെയാണ്. ഞാൻ സമാധാനിപ്പിക്കും. ഞാൻ നോക്കാം. അല്ല പിന്നെ ഹലോ ഹലോ, സുപ്രഭാതം രാജന. ഇതെവിടെയാ? ഞാൻ 3-4 ദിവസത്തെ അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വന്ന് കേറിയുള്ളൂ. പിന്നെന്താ വിളിക്കാഞ്ഞേ? എന്റെ കയ്യിൽ മൊബൈലുള്ള കാര്യം ഇവർക്ക് അറിയാൻ പാടില്ലെന്ന് പിന്നെ എങ്ങനെ വിളിക്കും? ഷോ, ഞാനങ്ങ് പേടിച്ചു പോയി. അതില്ലെങ്കിൽ ഈ ഇടയായിട്ട് നിനക്ക് കുറച്ച് പേടി കൂടുതലാ. അതെ, ഞാൻ ഒരു ചരട് ജപിച്ച് വിടുന്നുണ്ട്. വൈകുന്നേരം ഞാൻ അമ്പലത്തിൽ വരും. ഞാൻ വന്ന് നേരിട്ട എന്റെ അരയിലെ കെട്ടിത്തരും. എങ്ങനെ? നിന്റെ അരഞ്ഞാണ ചരടിലെ ഏലസിനുള്ളിൽ ആരെയും മരുമകൻ മരുമകൻ അല്ലേ? മരുമകൻ മരുമകൻ. ആഹാ, സംസാരിച്ചവിടെ എന്തായി? അവള് ഭയങ്കര വഴക്ക്. അത് പിന്നെ കുറച്ചു നേരത്തേക്ക് കാണും. അത് സാരാക്കണ്ടെന്ന്. അതെ. പിന്നെ ഞാൻ ഇവിടെ നടന്നു വന്നപ്പോ ആരുടെ സംസാരിച്ചു? സംസാരിച്ചല്ല, പുതിയ ഭജനകൾ ട്യൂണിങ് അല്ല, ആരുടെ സംസാരിച്ചോല്ലോ തോന്നി എനിക്ക്. അല്ലെന്ന്. ഇല്ല, എന്താ ഒളിപ്പിക്കുന്ന? എന്തോ ഒളിപ്പിക്കുന്നുണ്ട്. എന്തോ ഉണ്ട്. ഇല്ല, പറ, എന്തോ ഉണ്ട്, പറ. തുടരുത്. അത് പറ. ഞാൻ മരുമോനായിട്ടല്ലോ, മോനായിട്ടല്ലേ എന്നെ കാണുന്നത്. പറ, എന്തോ ഒളിപ്പിക്കുന്നു? ഒന്നുമില്ലെന്ന്. മൊബൈലാ? മൊബൈൽ ഇത് കൊടുത്തു? ഒന്നുമില്ല. കാസർഗോഡ് ഭജന കഴിഞ്ഞ വഴി എന്റെ പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ടിട്ട് എന്റെ കയ്യില് വെച്ച് തന്നതാട്ടോ ഭഗവതി. എന്നിട്ട് അതെ മോനെ, എന്റെ ചാർജർ ഉണ്ടോ? ഭഗവതി ചാർജർ തന്നില്ലേ? അതെങ്ങനെ അപ്പഴേ കടക്കാരൻ വന്നില്ലേ? ഓഹോ, മോനൊരു കാര്യം ചെയ്യേ, ഇതൊന്ന് കുത്തിയിടുക. അച്ഛനൊന്ന് ഫ്രഷ് ആയിട്ട് ഇങ്ങോട്ട് വരാം. ശരി ശരി. ഇപ്പൊ കുത്തിയിടാന്ന് പറഞ്ഞേ ചാർജർ എടുത്ത് കുത്തിയിടുക. ഇരുന്നൊരു ഫോൺ വാങ്ങിച്ചല്ലോ, അത് തന്നെ നല്ലത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്നും തോന്നുന്ന ആളെവിടെ പോയെന്നൊക്കെ. എന്തോ ഇത്? ഷർട്ട്. ഷർട്ടല്ല, ഷർട്ടിനകത്ത് എന്തോന്നാ ചോദിച്ചേ? പോക്കറ്റ്. പോക്കറ്റിൽ എന്തോന്നാ ചോദിച്ചേ? നോക്കിയല്ലേ അറിയാൻ പറ്റും. എന്തോ ഇത്? എന്തോ ഇത്? സിനിമ ടിക്കറ്റ്. ഏതവിടെ കൂടാ സിനിമയ്ക്ക് പോയത്? 2 പേരെ ടിക്കറ്റ് എടുത്തേക്കുന്ന ഏതവിടെ കൂടാ സിനിമയ്ക്ക് പോയെന്ന്? അയ്യോ, ഇത് ഞാനും സുനിയും കൂടെ തിരുവനന്തപുരത്ത് പോയപ്പോ ഒരു 3 മണിക്കൂർ ഫ്രീ. അപ്പൊ ഞാൻ അവനൂടെ കയറി കണ്ടപ്പോൾ ഏത് സുനി? സുനി എന്ന് പറഞ്ഞിട്ടോട്ടെ, അത് സുനിതയായിരിക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു ആണിന്റെ പേര് സുധാകരൻ സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പേര് സീതയെന്നായിരിക്കും. മനോജ് എന്ന് നിങ്ങൾ ഫോണിൽ സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പേര് ശ്രുതി എന്നായിരിക്കും. ഇതേതാ? എന്റെ കൂട്ടുകാരൻ സുനി ഞാനുള്ള സിനിമയ്ക്ക് പോയി ടിക്കറ്റ് സത്യമായിട്ട് തന്നെ. എങ്ങനെ ഞാൻ വിശ്വസിക്കും? ഏതാ സുനിയുടെ കാര്യം നിങ്ങൾ പറയുന്നത്? ചുമ്മാ ആവശ്യമില്ല വഴക്കുണ്ടാക്കരുത്. ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച എന്റെ സോഫ ഇരിക്കരുത്. ഇവിടുത്തെ ഒരു കാര്യത്തിനകത്ത് നിങ്ങൾക്ക് അവകാശമില്ല. എന്തോ കഷ്ടം വന്നു പറയടി. ഞാൻ പറഞ്ഞു തുടരുത്, ഒരു സാധനത്തിലും തുടരുത്. എന്തോ കഷ്ടം. ഒരു മനുഷ്യനെ ഒരു ഇതേത് ഫോണ്? ഇതാ. ഞാൻ അറിയാതെ ആരെയോ വിളിക്കാൻ പുതിയ ഫോണും പുതിയ സിമ്മും എടുത്തല്ലയോ? എടി, ഇത് ആ സിനിമ നീ പറയും പോലല്ല. ആരുടെ ഫോണാ ഇത്? ഇത് ഏതവിടെ ഫോണാ ഇത്? ഇത് ഏതവിടെ ഫോണാ ഇത്? പൊട്ടത്തച്ഛൻ ഫോണേ ഫോൺ. അയ്യോ, എന്നെ കെട്ടിയോ തച്ചു പോയി മാറക്കൊണ്ടേ. അയ്യോ, എനിക്ക് വയ്യ, അയ്യോ കഷ്ടമാന്ന് പറയുന്നത്. എന്റെ മോളെ കെട്ടിച്ച് കൈ പിടിച്ച് കൊടുത്തിട്ട് നിക്കണ നിപ്പ് കണ്ട മരുമോൻ മിടുമിടുക്ക മരുമോൻ. അതെന്താ അവിടെ ഒരു ചാട്ടം? വീട്ടിൽ കിട്ടിയില്ല. ബാക്കിയെല്ലാം കറക്റ്റ് ആയിരുന്നു. പിന്നെ അയ്യോ, ഭയങ്കര രസമായിരുന്നു. അവളിപ്പോ ഇങ്ങോട്ട് വന്നപ്പോ എന്റെ കയ്യിൽ ഒരു ഫോൺ ഇരുന്നു. അവൾ 1 2 പറഞ്ഞു വഴക്കായി. അവളെ സോഫയാണെന്ന് പറഞ്ഞു. അറിയാലോ, അവളെ സ്വഭാവം അറിയാലോ. എന്നിട്ട് എന്റെ കയ്യില് അച്ഛൻ തന്ന ഫോണിൽ എറിഞ്ഞു പൊട്ടിച്ചു. ദൈവമേ, അയ്യോ ഭഗവതി തന്ന പോടാടെ. അയ്യോ, ഈ വൈകുന്നേരം ഞാൻ അങ്ങനെ വിളിക്കും മരുതേരെ. വൈകുന്നേരം ഞാൻ അങ്ങനെ വിളിക്കും മരുതേരെ. എന്ത് സംഭവം? ഒന്നുമല്ല. മകനേ, മരുമകനേ. കാര്യം പറ. എന്റെ ഫോൺ തന്നെ. എന്തിന്? എന്റെ കൂട്ടുകാരനെ വിളിക്കണം. ഏത് കൂട്ടുകാരൻ?
മധു കേളുവ അതുവാ കേളുവാ ഓ രാഘവ രാഘവൻ രാഘവനെ വിളിക്കാം രാഘവനെ വിളിക്കണം. വിളിച്ചിട്ട് നീ തരണേ. തരാം. അവളെന്താ എടുക്കണം തോതോ? അവളവിടെ എന്താ ചുമ്മാ ആവശ്യമില്ലാത്ത വഴക്കുണ്ടാക്കാൻ വേണ്ടി. എന്തേ ഭയങ്കര പ്രശ്നമായി. മൊബൈല് മോള് തല്ലി പൊട്ടിച്ച് കളഞ്ഞു. ആണോ? അയ്യോ വെക്കല്ലേ വേണ്ട. ഞാൻ പോവാ. നീ ഇതെവിടെ പോകും? ഞാൻ എന്റെ തറവാട്ട് വീട്ടിൽ പോന്നു. എടി എന്തിന്? ഇപ്പൊ സിനിമ കാണാൻ ഒരുത്തി വിളിച്ചോണ്ട് പോയില്ലേ, അവളുമായിട്ട് ഇവിടെ അങ്ങ് താമസിച്ചാൽ മതി. അച്ഛാ ചുമ്മാ പറയുന്ന എടി അങ്ങനെ ഒരു ആളില്ല. എടി ഞാൻ സുനിയും കൂടെ സിനിമയ്ക്ക് പോകണം. സുനിതയാണോ ഞാൻ കണ്ടില്ലല്ലോ, എനിക്ക് താല്പര്യം. ചുമ്മാ ആവശ്യമില്ല വഴക്കുണ്ടാക്കല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ടേ ആവശ്യമില്ല. അച്ഛനെന്താ ഒന്ന് കേട്ടിട്ട് മിണ്ടാത്ത ചോദിക്കാ. മോളെവിടെ പോവാ? ഞാൻ തറവാട്ടിൽ പോണു. അച്ഛ ഇയാൾ ശരിയല്ല ഇയാൾ ആരെയൊക്കെയോ വിളിക്കുന്നുണ്ട്. ഒന്നുമില്ല, അവന് കുഴപ്പമൊന്നുമില്ല. അവന് കേട്ടോട്ടാ ഇപ്പൊ തന്നെ ഒരു കോൾ വരുന്നുണ്ടോ? എടുക്കണം. ഹലോ ഹലോ അതെ പിള്ളാര് വന്നോണ്ട കേട്ടോ കട്ടാക്കിയത്. എപ്പോഴാ അമ്പലത്തിൽ വരുന്നേ? അതെ അമ്പലത്തിലാ? നേരത്തെ പറഞ്ഞത് സത്യാണോ? എന്തോന്ന്? വരുമ്പോ എന്റെ അരയിൽ ചരട് കെട്ടി തരുവോ? എന്റെ ദൈവമേ, ഞാനൊന്നുമല്ല ഇത്. എനിക്ക് അറിഞ്ഞൂടാ. ആരും നമ്പർ വിളിച്ചായിരിക്കും ചിലപ്പോ. നമ്പർ മാറിയാണോ വിളിച്ചത്? പിന്നെ? കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ പറഞ്ഞത്. ഏതവളാന്ന് എനിക്ക് പറയാം. എനിക്കറിഞ്ഞൂടാ. അച്ഛൻ എന്നെ അറിയാലോ. മരുമോഹനായിട്ടാണോ അച്ഛൻ എന്നെ കണ്ടെങ്കിൽ അതൊന്നും മോളെടുത്ത് പറഞ്ഞ് മനസ്സിലായിക്കോട്. മോളെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം, മനസ്സിലാക്കി. അച്ഛൻ പറയുന്ന പോലല്ല അച്ഛാ. ഇപ്പൊ ഇവര് പകല് വിളിച്ചു, ഇച്ചിരി കഴിയുമ്പോ രാത്രി വിളിക്കും. ചുമ്മാ ആവശ്യമില്ലെന്ന് പറയണി. രാത്രി വിളിക്കും, എന്നിട്ട് ചോദിക്കും എപ്പോ വരും എന്ന് പറഞ്ഞിട്ട് ഇവൻ വെളുപ്പിന് പോവും. പോയി കഴിഞ്ഞാൽ ചിലപ്പോ വിജയിക്കും, അല്ലെങ്കിൽ പൊളിഞ്ഞു പോവും. നാട്ടുകാരി പിടിക്കും, തെങ്ങെ പിടിച്ച് കെട്ടും, ചിലപ്പോ തലപ്പെട്ടേക്ക് അടിക്കും. അച്ഛൻ ഇതൊക്കെ എങ്ങനെ അറിയാം? എനിക്ക് കാണിച്ചു തന്നതാട്ടോ ആര്? ഭഗവതി. ഇല്ല അച്ഛാ, എനിക്ക് ഇനി ആരോട് ജീവിക്കാൻ താല്പര്യമില്ല. എനിക്ക് മനസ്സിലായി, ഇപ്പം കാര്യം എന്റെ മരുമോനാ. ഇത്ര വെളിച്ചവനാന്ന് ഞാൻ വിചാരിച്ചില്ലേ. ഏതോ ഒരു പെണ്ണ് നിങ്ങളെ വിളിച്ചതാ, എനിക്കറിയാം. എന്റെ കണ്ണി നോക്കി പറ, ഏതവളാ നിങ്ങൾ? എന്റെ കണ്ണി നോക്കി പറ. സത്യമായിട്ടും ഈ വിളിച്ചവളെ എനിക്കറിയില്ല. അയ്യോ, കണ്ണിന്റെ കൃഷ്ണമണി അടുത്തോട്ട് പോയി. കണ്ടോ? പോയി കള്ളം പച്ചക്കള്ളം. അപ്പൊ ഇത് തെളിയിക്കണം. തെളിയിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീരുമല്ലോ. നോക്കാം. ശരി, ഞാനേ മൊബൈൽ പൈസ കൊടുത്ത് വെച്ചാൽ കാണാനല്ല. ഇതിനകത്ത് കോൾ റെക്കോർഡ് ഉണ്ടല്ലോ. എന്തിന് കോൾ റെക്കോർഡ് ഉണ്ടല്ലോ. അത് ആരുടെ ശബ്ദം നോക്കി പഠിക്കാലോ. ഇങ്ങോട്ട് വന്നതല്ലേ നീ കേട്ടോളൂ. നിന്നെ കൊണ്ട് തത്ത പറയണ മാതിരി ഞാൻ പറയിക്കാം. എന്ത് കാര്യത്തിന് വേണ്ട. ഞാൻ ഇനിയിപ്പോ നോക്കി ഞാൻ കള്ളത്തനം കാണിച്ചെന്ന് വേണ്ട. നീ പ്ലേ ചെയ്. അച്ഛാ, ഇന്നത്തെ ദിവസം 2 കോളേ പോയിട്ടുള്ളൂ. ഒന്ന് ഇങ്ങോട്ടും ഒന്ന് അങ്ങോട്ടും. ഇങ്ങോട്ട് ഒരെണ്ണം വന്നതുകൊണ്ടാണല്ലോ അങ്ങോട്ട് ഒരെണ്ണം പോയത്. ഇപ്പൊ കേൾപ്പിക്കാം. ഹലോ സുനന്ദേ, ഇതാരാ? ഞാനാ നിന്റെ സുപ്രഭാതൻ രാജനാ. അയ്യോ, ഇത് ഏത് നമ്പരാ? അത് ചെറിയ വിഷയമുണ്ട്. എന്റെ മൊബൈല് മോള് കണ്ടുപിടിച്ചു, അത് തല്ലി പൊട്ടിച്ചു കളഞ്ഞു. അയ്യോ, കുഴപ്പമില്ല, നമ്മുടെ മെസ്സേജ് ഒന്നും കണ്ടിട്ടില്ല, അത് ഓർത്ത് നീ പേടിക്കണ്ട. ഓ കുഴപ്പമില്ല. അയ്യോ, എന്റെ മക്കള് വരുന്നുണ്ട്, ഞാൻ തിരിച്ചു വിളിക്കാം. അവക്കല്ലോ. അയ്യോ നാണമുണ്ടോ? ഇതെന്തോ ഇത്? സത്യത്തിൽ വിളക്ക് വെക്കുമ്പോ ഒരു ദൈവത്തെ പോലെയല്ലോ ഞാൻ അച്ഛനെ കണ്ടോണ്ടിരിക്കും. വിളക്ക് ഞാൻ ഊതി കെടുത്ത് ഞാൻ ഊതി കെടുത്ത് ഞാൻ. എന്തായി കേട്ടത്? ഇതെന്തായി കേട്ടത്? നീ സത്യം പറയാം. എന്താ? 15 വർഷം ഏകാന്ത ജീവിതം നയിച്ച എനിക്ക് എന്റെ കൈവെള്ളയിൽ വച്ച് തന്നതാ എന്റെ സുനന്ദനെ. ഭഗവതി കൂട്ടുപിടിച്ചാ ഞാൻ വലിച്ച് ഞാൻ കയറി. ഞാൻ ഭഗവതിയെ കൂട്ടുപിടിക്കാം. ബാക്കി പറ. ഇപ്പൊ എന്താ വേണ്ടേ? അച്ഛൻ സത്യം ചെയ്തു തരണം. ഈ വീട് വിട്ടിനും പുറത്തു പോകത്തില്ലെന്നും ഈ പ്രായത്തിൽ ഇമാതിരി ഒരു ബന്ധത്തിന്റെ ആവശ്യമില്ല. സത്യം ചെയ്. സത്യമായിട്ടും എന്റെ മോൾക്കും മരുമോൾക്കും ഇഷ്ടമല്ലെങ്കിൽ അച്ഛന്റെ ജീവിതത്തിൽ സുനന്ദൻ വേണ്ട, ഒരു തേങ്ങയും വേണ്ട. ഇത് സത്യം. പക്ഷേ വൈകുന്നേരം ഞാൻ ഒന്ന് അമ്പലത്തിൽ പോകട്ടെ. അച്ഛനോട് തന്നെയെങ്കിലും ഞാനൊന്ന് കെട്ടടാ.